ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഡ്രാമ ഹബ്സ്. നമ്മൾ ഇന്ന് ഈ ഡ്രാമയുടെ നെക്സ്റ്റ് പാർട്ടാണ് കാണാൻ പോകുന്നത്. കഴിഞ്ഞ പാർട്ടൊക്കെ കാണാത്തവരാണെങ്കിൽ അത് കണ്ടതിന് ശേഷം തുടർന്ന് കാണാനായിട്ട് ശ്രമിക്കുക. കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ കണ്ടത് മിസ്റ്റർ വങ് നമ്മുടെ ഹീറോയിനെ തന്ത്രപൂർവ്വം ഒറ്റയ്ക്ക് അയാളുടെ അടുത്തേക്ക് വരുത്തുവാണ്. അവള് വന്നു കഴിഞ്ഞതും അതും ഇതൊക്കെ പറഞ്ഞ് അവളെ പിടിച്ചു നിർത്താനായിട്ട് നോക്കുന്നുണ്ട്. പിന്നീട് അസിസ്റ്റന്റ് പയ്യനോടും പുറത്തേക്ക് പോകാൻ പറയും. അവൻ പുറത്തേക്ക് പോകുന്ന വഴി ആ ഡോറ് ലോക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. ഇത് കാണുന്ന നമ്മുടെ ഹീറോയിനും എന്തോ ശരിയായിട്ട് തോന്നുന്നില്ല. ഇപ്പൊ ഈ ആളും നമ്മുടെ ഹീറോയിനെ നോക്കി, ഈ ഫയലൊന്നും എടുത്തതാ മോളെ, എന്നെ കൊണ്ട് കുനിയാൻ പറ്റുന്നില്ല, നടുവേദനയാണ്, വയസ്സായി വരുമല്ലേ, എന്ത് ചെയ്യാനാണെന്ന് പറഞ്ഞിട്ട് ഹെൽപ്പ് ചോദിക്കുവാണ്. ശരിയെന്ന് പറഞ്ഞിട്ട് ഇവളും കുനിഞ്ഞ് അതെടുത്ത് കൊടുക്കുമ്പോ പെട്ടെന്ന് അയാളും അവളുടെ കൂടെ വന്നിരിക്കാനായിട്ട് തുടങ്ങുവാണ്. എന്നിട്ട് എത്ര പേരെയാണ് ഞാൻ ഹയർ പൊസിഷനിലേക്ക് കയറ്റി വിട്ടിട്ടുള്ളതെന്ന് അറിയാമോ? ഞാനും ചെറുപ്പം മുതലേ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഇതുവരെ എത്തിയത്. അതുകൊണ്ട് എന്റെ ജോഡിയെ എനിക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റിയില്ല. അവളെയാണ് ഞാൻ തേടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പൊ ഞാൻ കണ്ടെത്തി, അത് നീയാണെന്ന് പറഞ്ഞ് അവൾ ഒരുമാതിരി നോക്കിയിട്ട് തൊടാൻ വന്നതും പേടിച്ചു പോയ ഇവളും പെട്ടെന്ന് ഫോൺ എടുത്ത് റെക്കോർഡ് ചെയ്യാനായിട്ട് തുടങ്ങി. തൊടാൻ വന്ന അയാളെ പിടിച്ച് തള്ളി വിട്ടിട്ട് ഇവള് പെട്ടെന്ന് ചാടി എഴുന്നേൽക്കുവാണ്. ഇത് നോക്കും മിസ്റ്റർ വങ്, നിങ്ങൾ എന്നെ ഹറാസ് ചെയ്യുവാണ്, ഇത് ഇല്ലീഗലാണ്, ഇപ്പോ തന്നെ ഇതെല്ലാം നിർത്തിക്കോ എന്ന് പറഞ്ഞാല് അയാൾ എന്തോ സൈക്കോയെ പോലെ, എന്നെ നീ അടിച്ചല്ലേടി, ഇത്ര വർഷത്തിനുള്ളിൽ എനിക്ക് ഇങ്ങനെയൊന്ന് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല, ഞാൻ ആഗ്രഹിച്ചതൊക്കെ എനിക്ക് കിട്ടിയിട്ടേ ഉള്ളൂ. യുയു, വേണമെങ്കിൽ നമുക്ക് ഇപ്പൊ ഒരു ഗെയിം കളിച്ചാലോ? എത്ര വട്ടം വേണമെങ്കിലും നീ എന്നെ അടിച്ചോ, ആ അടിക്കുന്ന അടിക്ക് നിനക്ക് ഞാൻ 1000 യുവാൻ വെച്ച് തരാം. ഞാൻ പറയുന്നത് പോലെ നീ കോപ്പറേറ്റ് ചെയ്താൽ മാത്രം മതി എന്ന് പറഞ്ഞിട്ട് അവളുടെ അടുത്തേക്ക് വരുവാണ്. പേടിച്ചു പോയ ഹീറോയിനും എന്റെ അടുത്തേക്ക് വരല്ലേ എന്ന് പറഞ്ഞിട്ട് കാല് വെച്ച് അയാളുടെ വയറ്റിൽ ഒരു ചവിട്ട് കൊടുക്കുന്നുണ്ട്. ഓഹോ, നിനക്ക് അത്രയ്ക്ക് ധൈര്യമാണോ? മതി, ഇനി സോഫ്റ്റ് ആയിട്ട് സംസാരിച്ചതൊക്കെ മതി. നീ ഇവിടെ നിന്ന് പോകില്ല, പോകാനും പറ്റില്ല, ഡോറെല്ലാം ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്, നിന്നെ ഞാൻ വിടില്ലടി എന്ന് പറഞ്ഞിട്ട് അയാളുടെ പാന്റ് ഒക്കെ അഴിക്കാൻ നോക്കിയാല് ഹീറോ ഫോൺ എടുത്ത് ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്നെ ഇയാള് സെക്ഷലി ഹറാസ് ചെയ്യാൻ നോക്കിയെന്ന് പറഞ്ഞ് അയാളുടെ മുഖം കാണുന്ന രീതിയിൽ റെക്കോർഡ് ചെയ്യാനായിട്ട് തുടങ്ങുവാണ്. ഇത് കണ്ടതും അയാൾ പേടിച്ചു. പെട്ടെന്ന് കോട്ട് വെച്ച് മുഖം മറിച്ച് അങ്ങനെ ചെയ്യല്ലേ ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് ഒന്ന് മാറിയ ഗ്യാപ്പില് നമ്മുടെ ഹീറോയിനെ എങ്ങനെയോ ആ വാതിൽ തുറന്ന് പുറത്തേക്ക് ഓടി രക്ഷപ്പെടുവാണ്. ഇവള് വേഗം അവളുടെ റൂമിലേക്കാണ് ഓടി വരുന്നത്. ഇതിങ്ങനെ വെറുതെ വിടാൻ പാടില്ലെന്ന് പറഞ്ഞ് ഇവളുടെ അക്കൗണ്ടിൽ ആ വീഡിയോ പോസ്റ്റ് ചെയ്തിടാനും തുടങ്ങുവാണ്. അതും അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുവാണ്. നമ്മുടെ ഹീറോയിൻ നല്ല പോലെ പേടിച്ചിട്ടുണ്ട്. അപ്പോഴാണ് കറക്റ്റ് ആയിട്ട് ഹീറോ വന്ന് കതവ് തട്ടുന്നത്. സോ പെട്ടെന്ന് അവള് ഫോൺ മാറ്റി വെച്ച് ഹീറോയുടെ മുമ്പിൽ ഒന്നും കാണിക്കാൻ പാടില്ല, ബോസ് ഇത് അറിയാൻ പാടില്ലെന്ന് പറഞ്ഞ് മുഖം തുടച്ചിട്ട് ഡോറ് വന്ന് തുറക്കുമ്പോ ഇവളെ ഇങ്ങനെ കണ്ടതും ഹീറോ കണ്ടുപിടിച്ചു. എന്ത് പറ്റി യൂയു എന്ന് ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ലെന്ന് അവള് പറഞ്ഞാലും ഇവൻ വിടില്ലല്ലോ. നേരെ ഉള്ളിലേക്ക് വന്നിരുന്നവൻ, പറ നിന്റെ കണ്ണൊക്കെ എന്തിനാ ചുമന്നിരിക്കുന്നേ? നടന്നത് പറഞ്ഞാലല്ലേ അടുത്ത സ്റ്റെപ്പ് എടുക്കാൻ പറ്റൂ, പറ എന്താ പറ്റിയതെന്ന് ചോദിച്ചാല് ഇവൾ അപ്പോഴും ഒന്നുമില്ലെന്ന് തന്നെയാണ് പറയുന്നത്. യൂയു, പിന്നെ നീ എന്തിനാണ് കരയുന്നത്? വെറുതെ കരയാൻ മാത്രം എന്താ അവിടെ ഉണ്ടായത്? കരയാതെ നീ സത്യം പറയുന്നുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ നിന്റെ ഇയർ എൻഡ് ബോണസ് ഞാൻ തരില്ലെന്ന് പറഞ്ഞ് അവൻ ടെൻഷൻ ആകുവാണ്. ഇതൊക്കെ കൂടി കേട്ടപ്പോ ഹീറോയിൻ ആകെ ഇമോഷണലി ബ്രേക്ക് ആകുന്നുണ്ട്. പൊട്ടിക്കരയാനായിട്ട് തുടങ്ങുവാണ്. ശരി, മിസ്റ്റർ വങ് നിന്നെ ഹറാസ് ചെയ്തോ? യുയു, എന്താ നടന്നതെന്ന് പറ എന്ന് ചോദിച്ചിട്ട് അവൾ അടുത്തേക്ക് വരുമ്പോ അവളുടെ ഫോണില് ആ വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നില്ലേ, ആ വീഡിയോ പോസ്റ്റ് ആയി ഇപ്പോ അത് ഓട്ടോമാറ്റിക് ആയിട്ട് പ്ലേ ചെയ്യാനായിട്ട് തുടങ്ങുവാണ്. ഇവൻ ഈ സൗണ്ട് കേട്ട് എടുത്തു നോക്കാൻ ചെന്നാല് അപ്പോഴും ഹീറോയിൻ അവനെ വിടുന്നില്ല. മിണ്ടാതെ അവിടെ മാറി നിൽക്കെന്ന് പറഞ്ഞ് വഴക്ക് പറഞ്ഞിട്ട് ആ വീഡിയോ പ്ലേ ചെയ്ത് ഹീറോ കാണുന്നുണ്ട്. അവന് വരുന്നുണ്ട് ഒരു ദേഷ്യം. അപ്പോ ഹീറോയിനും, ബോസ് ഞാൻ അപ്പോഴുള്ള ദേഷ്യത്തിലാണ് അത് പോസ്റ്റ് ചെയ്യാനായിട്ട് ഇട്ടത്, അത് ഞാൻ ഒരിക്കലും ചെയ്യാൻ പോകുന്നില്ല. എന്നെ കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പനിക്കും ഒരബദ്ധം വരാൻ ഞാൻ സമ്മതിക്കില്ല. മിസ്റ്റർ വങ് മില്യൺ കണക്കിന് ക്യാഷ് ഉള്ളവരാണ്, അവരെ എതിർക്കാനായിട്ട് എന്നെ കൊണ്ട് കഴിയില്ല. സോ ബോസ് നിങ്ങൾ അത് ആലോചിച്ച് പേടിക്കേണ്ടെന്ന് പറഞ്ഞ് വളരെ ഫീൽ ആയിട്ട് അവള് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹീറോ ഇത് കണ്ടിട്ട്, ഓ അപ്പോ നീ അങ്ങനെയാണല്ലേ കരുതിയിരിക്കുന്നത്, ഫസ്റ്റ് അയാളെ കണ്ട് എനിക്കൊന്ന് സംസാരിക്കണം വാ എന്ന് പറഞ്ഞിട്ട് അവളെ കൂട്ടിക്കൊണ്ടു പോകുവാണ്. ഇവളും കരഞ്ഞുകൊണ്ട് അവന്റെ പിന്നാലെ പോകുന്നുണ്ട്. ഇപ്പോ നേരെ വന്ന് ഹീറോ ആ വങ്ങിനെ മീറ്റ് ചെയ്യുന്നുണ്ട്. മിസ്റ്റർ വങ് നിങ്ങൾ ഇവിടെയാണോ എന്ന് ചോദിച്ചിട്ട് സ്മൈലി ചെയ്തുകൊണ്ടാണ് വരുന്നത്. ക്യുൻഹെ, നിങ്ങൾ ഇത്ര പെട്ടെന്ന് ഇവിടേക്ക് വന്നോ? ശരി വരൂ വരൂ എന്ന് പറഞ്ഞ് കൈ കൊടുത്താല് ഹീറോ ആ കയ്യിൽ പിടിച്ച് അയാളുടെ മൂക്ക് നോക്കി ഒരൊറ്റ പഞ്ച് വെച്ച് കൊടുക്കുവാണ്. എന്താടാ നീ ചെയ്യുന്നത്? ക്യുൻഹെ എന്ന് അയാൾ അലറിയതും ക്യാമറാസ് എല്ലാം ഓഫാണ്. ഡോറും ലോക്ക് ചെയ്തിട്ടുണ്ട്. ഒരാളും നമ്മളെ ഇനി ഡിസ്റ്റർബ് ചെയ്യാൻ വരില്ലെന്ന് ഹീറോ പറയാണ്. എന്തായത് ഈ ഡയലോഗ് എവിടെയോ ഞാൻ കേട്ട പോലെ ഉണ്ടല്ലോ എന്ന് അയാൾ പറഞ്ഞതും, അറിയില്ലേ ഈ ഡയലോഗ് വളരെ ഫേമസ് അല്ലേ, ചെറിയ വയസ്സ് മുതലേ വളരെ കഷ്ടപ്പെട്ട് ഈ നിലയിലേക്ക് വന്നതല്ലേ മിസ്റ്റർ വങ് എന്ന് പറഞ്ഞ് വേറൊരു പഞ്ച് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇയാള് തിരിച്ചിടിക്കാൻ വന്നാല് ആ കൈ പിടിച്ച് തിരിച്ചിട്ടേ ഏത് കൈ കൊണ്ടാ നിന്നെ തൊട്ടതെന്ന് ഹീറോയിനോട് ചോദിക്കും. അവള് റൈറ്റ് ഹാൻഡ് ആണെന്ന് പറഞ്ഞതും ആ കൈ പിടിച്ച് തിരിച്ചോടിച്ചു വിടും. വേദന കൊണ്ട് അയാള് കരയാൻ തുടങ്ങിയതും വായിലൊരു കുത്ത്. കണ്ടുകൊണ്ടല്ലേടാ നീ പെണ്ണുങ്ങളെ തെറ്റായി നോക്കുന്നതെന്ന് പറഞ്ഞിട്ട് കണ്ണിലൊരു കുത്ത്. അങ്ങനെ മിണ്ടുന്നതിനും കാറുന്നതിനും എല്ലാത്തിനും ഇടി വീഴുന്നുണ്ട്. ലാസ്റ്റ് തല്ലിക്കുട്ടി
കഞ്ഞിക്കിട്ട് നിലത്തിട്ടതും അപ്പോ ഹീറോയിൻ വന്ന് ബോസ് മതി, നമ്മൾ ഇവരെ ഇഞ്ചറി ചെയ്തെന്ന് പറഞ്ഞിട്ട് അവർ പ്രശ്നമുണ്ടാക്കി കേസായിട്ട് വരാൻ ചാൻസ് ഉണ്ട്, വേറെ റൂട്ടിലേക്ക് പോകും, അതുകൊണ്ട് വേണ്ട എന്ന് പറയാണ്. യുയു, എന്റെ ലൈഫിൽ ഇതേപോലെ ഒന്നും നടന്നിട്ടേ. നീയും എത്രയും വേഗം ഈ ടെക്നിക്സ് ഒക്കെ പഠിച്ചു വെച്ചോ. ഇവന്മാരെ പോലുള്ള ഞരമ്പന്മാരെ നേരിടാൻ നീ തന്നെ ധാരാളം. എന്നിട്ട് ഒരു വെള്ള പേപ്പറും അയാളുടെ അടുത്തേക്ക് എറിഞ്ഞു കൊടുത്തിട്ട് അതിൽ അയാളുടെ സൈനും വാങ്ങുന്നുണ്ട്, കൂടെ ബ്ലഡിന്റെ ഫിംഗർ പ്രിന്റും എടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നേരെ ഹീറോയിന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് വേണ്ടതൊക്കെ ചെയ്തേക്കെന്ന് പറയും. എന്നിട്ട് നിലത്ത് കിടക്കുന്ന അയാളെ നോക്കി, എങ്ങനെയുണ്ട് മിസ്റ്റർ വങ് എന്റെ ട്രീറ്റ്മെന്റ്, നമുക്ക് ഒരു റൗണ്ട് കൂടി നോക്കിയാലോ എന്ന് ചോദിച്ചാല്, അയ്യോ വേണ്ട വേണ്ട, നിന്റെ ഗേൾഫ്രണ്ട് ആണെന്ന് അറിയാതെ ഞാൻ അവളുടെ മേലെ കൈ വെച്ച് പോയി, എന്റെ തെറ്റാണ്, എന്നോട് ക്ഷമിക്ക്, എന്നെ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞ അയാള് കെഞ്ചുവാണ്. ഹീറോയിൻ ഇപ്പോഴാണ് അയാളോട് 2 വാക്ക് വന്ന് സംസാരിക്കുന്നത്. നിന്റെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു, നിയമം അനുസരിച്ച് നിനക്കുള്ള പണി വരുന്നുണ്ട്, നിങ്ങൾ ഇനി ജയിലിൽ ജീവിക്കാൻ പ്രിപ്പയർ ചെയ്തോ എന്ന് പറഞ്ഞതും ഹീറോയിന്റെ കാല് പിടിച്ച് കെഞ്ചാനായിട്ട് വരുന്നുണ്ട്. അപ്പോ ഹീറോ മുമ്പിൽ വന്ന് നിന്ന്, നിങ്ങൾക്ക് ഇനി റിവേഞ്ച് ചെയ്യണമെങ്കിൽ എന്റെ അടുത്തേക്ക് വാട എന്ന് പറഞ്ഞിട്ട് അവളുടെ കൈ പിടിച്ച് മാസമായിട്ട് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുവാണ്. ഹീറോയിൻ ഇതൊക്കെ അവള് കാണുന്ന ഡ്രാമയിൽ കാണുന്ന സീൻ പോലെയുണ്ട്. അവളുടെ ഹാർട്ട് അങ്ങനെ ചിറക് വെച്ച് പറക്കുന്നത് പോലെയാണ് അവൾക്ക് തോന്നുന്നത്. ഹീറോയെ കണ്ണു വെട്ടാതെ നോക്കിക്കൊണ്ട് അവന്റെ കൂടെ തന്നെ നടന്നു പോകുന്നുണ്ട്. കട്ട് ചെയ്താല് ഇപ്പോ ഹീറോയുടെ റൂമിലാണ് ഉള്ളത്. ഹീറോ കൊണ്ടുവന്ന് അവൾക്ക് വെള്ളമൊക്കെ കൊടുത്തിട്ട്, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചാല്, ബോസ് നിങ്ങൾ എത്ര മാസാണെന്ന് ഞാൻ അറിഞ്ഞില്ല, ആ ഫൈറ്റ് ഒക്കെ സൂപ്പർ ആയിരുന്നു, ഞാൻ കാണുന്ന ഡ്രാമയില് ഹീറോയെ പോലെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതും, നിനക്ക് ഇതാണോ പറയാനുള്ളത് എന്ന് ഹീറോ ചോദിക്കും. സോറി ബോസ്, ഇതെന്തായാലും നിങ്ങൾക്കും നിങ്ങളുടെ ഓഫീസിനും പ്രശ്നം ഉണ്ടാക്കും, ഞാൻ കാരണമാണ് അതൊക്കെ സംഭവിക്കാൻ പോകുന്നതെന്ന് അവള് ഫീൽ ആകുവാണ്. യുയു, ഞാൻ ഒന്നു മാത്രം നിന്നോട് ചോദിക്കട്ടെ, സപ്പോസ് ഇത് ഞാൻ തനിയെ കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ അവസാനം വരെ നീ എന്നോട് ഇത് പറയാൻ പോകുന്നില്ല അല്ലേ എന്ന് ചോദിക്കും. അല്ല ബോസ്, ഞാൻ നിങ്ങളെ കഷ്ടപ്പെടുത്തരുത് എന്ന് മാത്രമേ കരുതിയിരുന്നുള്ളൂ. നിനക്കെന്താ വട്ടാണോ, നിന്റെ തലയ്ക്കുള്ളിൽ ശരിക്കും എന്തായിരിക്കുന്നേ, അത്രയും വേസ്റ്റ് ആയ ഒരു പേഴ്സൺ ആണ് ഞാനെന്നാണോ നീ കരുതി വെച്ചിരിക്കുന്നേ? ഇനിയെങ്കിലും നീ ഒരു പാഠം പഠിച്ചു വെച്ചോ. നിന്നെ ആരെങ്കിലും ഹറാസ് ചെയ്യാനോ ഹേർട്ട് ചെയ്യാനോ വന്നാല് നീ പേടിക്കാനേ പാടില്ല, അതിന് പകരം നേരിടണം. അതെത്ര ബില്യൺ ട്രില്യൺ ആസ്തിയുള്ള കസ്റ്റമർ ആയാലും ശരി, നിന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നീ അവരെ ഡിഫീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാല്, എന്നെ കൊണ്ട് എതിർക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ ബോസ് എന്ന് അവള് ചോദിക്കും. അപ്പോ എന്നോട് പറ, ഞാൻ നിനക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാം, ഞാൻ നിനക്ക് വേണ്ടി എതിർത്ത് സംസാരിക്കാം എന്ന് അവൻ പറയുവാണ്. ഇത് കേട്ട് നമ്മുടെ ഹീറോയിന് ഇമോഷണൽ ആയിട്ട് ടച്ച് ആകുന്നുണ്ട്. ഹീറോ അപ്പൊ അവളോട് സമാധാനത്തോടെ, നോക്കൂ, ഈ ഇൻഡസ്ട്രിയിൽ ഇതൊക്കെ ഉള്ളതാണ്, പക്ഷെ നമ്മുടെ കസ്റ്റമർ ആരാണെന്ന് നമ്മളാണ് ചൂസ് ചെയ്യേണ്ടത്, അല്ലാതെ നമ്മളെ ചൂസ് ചെയ്യാൻ അവരെ വിടരുത്. ഇങ്ങനെ ഇതേപോലെ നടന്നാലും നീ പറയില്ലെന്ന് എനിക്കറിയാം, കാരണം നീ എന്നെയും വിശ്വസിക്കുന്നില്ല. ഇതിനു മുമ്പ് ഞാൻ നിന്റെ മുമ്പിൽ ക്യാഷ് എന്ന് മാത്രമാണ് പറഞ്ഞുകൊണ്ടിരുന്നിട്ടുള്ളത്. എന്നെയും അങ്ങനെ കാണൂ എന്ന് പറഞ്ഞതും, ഇല്ല സാർ, സത്യമായിട്ട് ഞാൻ അങ്ങനെയൊന്നും നിങ്ങൾ കാണുന്നില്ല, നിങ്ങൾക്ക് തലവേദന ഉണ്ടാക്കണ്ട എന്ന് കരുതിയാണ് ഞാൻ പറയാതിരുന്നത് എന്ന് പറയും. നീ ഇപ്പൊ ചെയ്തത് എത്ര ഡേഞ്ചറസ് ആയ കാര്യമാണെന്ന് അറിയാമോ? അയാൾ ഒരു ആണാണ്, നിന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും? സപ്പോസ് നിന്റെ ഫോൺ പിടിച്ചു വാങ്ങി വീഡിയോ ഡിലീറ്റ് ചെയ്തിരുന്നെങ്കിലോ, അത് നിന്നെ കൊണ്ട് തടയാൻ കഴിയുമോ? ഇല്ലെങ്കിൽ നടക്കാൻ പോകുന്ന ഇൻസിഡന്റ് വീഡിയോ എടുത്ത് അത് വെച്ച് നിന്നെ ത്രിട്ടൻ ചെയ്താല് നിന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും എന്നൊക്കെ ചോദിച്ച് ഭയങ്കര ഇമോഷണൽ ആയി ഹീറോ ഒച്ചെടുക്കാനായിട്ട് തുടങ്ങുവാണ്. ഇതെല്ലാം കേട്ട് ഹീറോയിൻ ശോകത്തിലിരിക്കുന്നത് കണ്ട്, യോയോ ഫസ്റ്റ് നീ എന്നെ വിശ്വസിക്കാനെങ്കിലും ശ്രമിക്ക്, ഇനി ഇതേപോലെ ഒരു സിറ്റുവേഷൻ വന്നാൽ പേടിക്കരുത്, ഞാൻ നിന്നെ പ്രൊട്ടക്ട് ചെയ്യുമെന്ന് പറഞ്ഞതും ഇതൊക്കെ കേട്ട് ഹീറോയിനും വായും പൊളിച്ച് നോക്കിയിരിക്കുവാണ്. നീ നല്ല പോലെ പോയി കിടന്നുറങ്ങ്, അയാൾ ഇനി തിരികെ വരില്ല, നീ ടെൻഷൻ ആകണ്ട. സപ്പോസ് നിനക്ക് ഇനി സെക്യൂരിറ്റി വേണമെന്ന് തോന്നിയാല് ഞാനുണ്ട്, നീ സേഫ് ആയി തന്നെ പോയി കിടന്നുറങ്ങെന്ന് പറഞ്ഞയക്കുവാണ്. എഴുന്നേറ്റ് വന്നവള് കതകിനടുത്ത് വന്ന് തിരിഞ്ഞു നോക്കിയിട്ട്, ബോസ് എന്തിനാ എന്നെ ഇത്ര നന്നായിട്ട് ട്രീറ്റ് ചെയ്യുന്നേ, നിങ്ങളെ ഞാൻ ഉറങ്ങാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ടാണോ എന്ന് ചോദിച്ചാല്, ആക്ച്വലി കഴിഞ്ഞ കേസിൽ നിന്നോട് കുറച്ച് റൂഡായിട്ട് ഞാൻ ബിഹേവ് ചെയ്തു പോയി, സോ ഇനി അങ്ങനെ ഒന്നും നടക്കാൻ പാടില്ലെന്നാ കരുതുന്നേ, ഞാൻ അതുകൊണ്ടാണ് നിന്നെ ഇങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത്, പിന്നെ നീയും എനിക്കും വളരെ ഇമ്പോർട്ടന്റ് ആണ് യുയു എന്ന് പറയാണ്. ഹീറോയിൻ ഒരു നിമിഷം ആകെ ക്ലൂലെസ് ആയിട്ട് നോക്കി നിന്ന് പോകുന്നുണ്ട്. ഇത് കണ്ട് ഹീറോ, എന്റെ ഒരു മുഖ്യമായ എംപ്ലോയി ആണ് നീ എന്നാണ് പറഞ്ഞത്, നിനക്കൊരു ആപത്ത് വന്നാല് എന്നെ കൊണ്ട് കണ്ടു നിൽക്കാൻ പറ്റില്ല, ഞാൻ പറഞ്ഞു വന്നത് നിനക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചാല്, ശരി ബോസ് എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞിട്ട് അവള് തലയാട്ടുന്നുണ്ട്. എന്നാ പോയി റെസ്റ്റ് എടുത്തോ, നാളെ കാണാമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞയച്ചവൻ സാറിന് അവിടെ നിന്ന് അനങ്ങാനേ പറ്റുന്നില്ല, നെഞ്ചൊക്കെ പടപട ഇടിക്കുന്നുണ്ട്. ഡോറിൽ കൈ വെച്ച് അനങ്ങാതെ അങ്ങനെ നിൽക്കുവാണ്. ഹീറോയിനും അവിടെ നിന്ന് പോയിട്ടുണ്ടാകില്ല, ഡോറിനടുത്ത് തന്നെ ആയിട്ട് അവളും നിൽക്കുന്നുണ്ട്. രണ്ടുപേരും അങ്ങനെ ഒരുപാട് ഫീൽ ചെയ്യുന്നുണ്ട്.
ഇതോടെയാണ് ഈ പാർട്ട് ഇവിടെ കഴിഞ്ഞിരിക്കുന്നത്. അടുത്ത പാർട്ടുമായിട്ട് ഞാൻ വേഗം തന്നെ വരുന്നതായിരിക്കും. മിസ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ചെറിയ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താലേ ഞങ്ങൾ ഇനി അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. ഇതേപോലുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ള നിങ്ങളുടെ കൂട്ടുകാർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രമിക്കുക. ഈ ഡ്രാമയുടെ മറ്റൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വേഗം തന്നെ കണ്ടുമുട്ടാം. അതുവരയ്ക്കും എല്ലാവർക്കും ബൈ.